ഹലോ, അപ്പോൾ എൻ്റെ യൂട്യൂബിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പം ഞാനിന്ന് പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഒന്നുമില്ല, ഞാൻ നേന്ത്രപ്പഴം നെയ്യിലിട്ടൊന്ന് വാട്ടാന്ന് വിചാരിച്ചു. അപ്പം അതിനിടയിൽ നിങ്ങളോട് ഒന്ന് സംസാരിക്കാം. എനിക്കറിയുന്ന ബേബിയുള്ള ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ബേബിക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ചോറൊക്കെ കൊടുത്തു തുടങ്ങിയ ശേഷം എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളതൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഒരു അവിലിൻ്റെ ഒരു കുറുക്ക് നമ്മളുടെ ഇതിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിലും മക്കാനും ഡേറ്റ്സും കാഷ്യൂ നട്ടൊക്കെ കൂടിയിട്ടുള്ള ഒരു കുറുക്ക്. അത് ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്, അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നിർത്തിയിട്ടില്ല. 6 മാസം തൊട്ടേ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാതെയും കുറുക്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നേന്ത്രപ്പഴം മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പം നല്ലതാണ്, ഹെൽത്തിയാണ് നേന്ത്രപ്പഴം. അപ്പോൾ ഞാൻ ഇപ്പം നാട്ടിലായതുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നെയ്യിൽ വാട്ടിയിട്ടോ കൊടുക്കുന്നുണ്ട്. കാരണം നാട്ടിൽ നമുക്ക് നാടൻ നേന്ത്രപ്പഴം കിട്ടും. കൊച്ചിയിലൊക്കെ അങ്ങനെ നാടൻ നേന്ത്രപ്പഴം കിട്ടാൻ നല്ല പാടാണ്. ചില കടകളിൽ മാത്രം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അവൾക്കത് ഇഷ്ടപ്പെടാറില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നല്ല നേന്ത്രപ്പഴം കിട്ടിയപ്പോൾ എന്നും കഴിക്കുന്നുണ്ട് അവൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഡെയിലി ഇപ്പോൾ നേന്ത്രപ്പഴം ഇങ്ങനെ നെയ്യിൽ വാട്ടിയിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നത് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും ചോറ് കൊടുത്തു തുടങ്ങിയ ശേഷം ഞാൻ ചോറ് അധികം കഴിക്കാറില്ല. കാരണം ഇവൾ കുറച്ച് 1 മാസം മുന്നേ വരെ ഇവൾ വെള്ളം അധികം കുടിക്കാറേ ഇല്ല. വെള്ളം കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വെള്ളം ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പരിപാടി ചെയ്യുന്നത് ഈ കഞ്ഞി ആക്കുക, കുറുക്ക് കൂടുതൽ കൊടുക്കുക. അപ്പോൾ അതിൽ കൂടെ നമുക്ക് വെള്ളം കൂടുതൽ കുട്ടിയുടെ വയറ്റിൽ ചെല്ലുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ചോറ് അതുകൊണ്ട് ഞാൻ അധികം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് തന്നെയാണ്, ഉഴുന്ന് ദോശ, ഇഡ്ഡലിയാണ് ഉഴുന്നിട്ടത്. പിന്നെ അല്ലാതെ ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ ഐറ്റംസൊക്കെ കൊടുക്കാറുണ്ട്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഴക്കട്ടയാണ് ഉണ്ടാക്കിയത് രാവിലെ, കടല ഇതാക്കിയിട്ടില്ല, അത് അവൾ കഴിച്ചായിരുന്നു. പിന്നെ പുട്ട് അധികം ഇഷ്ടമല്ല. ഇപ്പം പുട്ടൊക്കെ ആക്കിയ സമയമാണെങ്കിൽ ഇപ്പം അവക്കായിട്ട് ഞാൻ ഇതുപോലെ കുറുക്ക് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കായപ്പൊടീൻ്റെ കുറുക്ക് അല്ലെങ്കിൽ നമ്മളെ മുത്താറി, അതൊക്കെ നല്ല ഹെൽത്തി ആണല്ലോ. അത് ചെറിയ തീയിൽ ആക്കുന്നതായിരിക്കും നല്ലത്. ഈ ഗ്യാസ് ഓൺ ചെയ്യാം. പിന്നെ ഓട്സ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കൊടുക്കുന്നില്ല. ഓട്സും കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം ബാക്കി എല്ലാ ഐറ്റംസും കഴിക്കുന്നതുകൊണ്ട് ഓട്സൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ ഉപ്മാവും അവൾ രാവിലെ കഴിക്കാറുണ്ട്. പിന്നെ ബിരിയാണി അരിനെ കൂടി ഞാൻ ചെറുതായിട്ട് നെയ്യിലൊക്കെ വാട്ടി നമ്മൾ ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കഞ്ഞിയിൽ ഞാൻ ക്യാരറ്റ്, അതുപോലെ തന്നെ മൂങ് ദാൽ, നമ്മളെ ചെറുപയറിൻ്റെ പരിപ്പ് കിട്ടുമല്ലോ, അപ്പോൾ അതും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് കുക്കറിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ പരിപ്പ് അതൊക്കെ ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയ പഴം അവള് മുന്നേ നന്നായിട്ട് കഴിച്ചു. എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ പഴം കൊടുക്കാമല്ലോ. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പഴം അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖം തിരിച്ച് കളയും. അപ്പോൾ അത് കഴിക്കുന്നില്ല. ഇപ്പം നേന്ത്രപ്പഴമാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പതിവ് രീതി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേണ്ടാന്ന് വെക്കും. അപ്പോൾ പിന്നെ അടുത്ത സാധനം വേണം. അതിപ്പം നമ്മളായാലും അങ്ങനെ തന്നെ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം കുഞ്ഞിപ്പഴം ഇപ്പം കഴിക്കുന്നില്ല എന്നാണെങ്കിൽ അതൊരു 5 ദിവസത്തേക്ക് അത് കാണിക്കേ വേണ്ട. എന്നിട്ട് നിങ്ങളൊരു 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം ഒന്ന് കൊടുത്തു നോക്കൂ, അപ്പം അവള് കഴിക്കും. അപ്പം ഈ നേന്ത്രപ്പഴം അതുപോലെ തന്നെ അവള് നിർത്തിയതായിരുന്നു, അത് കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എന്നിട്ട് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറേ നാളത്തേക്ക്. ഇപ്പം നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഫുഡ്, നല്ല ഹെൽത്തി ഫുഡ് എങ്ങനെയെങ്കിലും അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ രീതികൾ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുറച്ച് പല ടൈമിലും കൊടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ 3 നേരത്തെ ഫുഡേ വേണം. കാരണം അവരുടെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഫുഡ് കൊടുക്കുമ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം.
പിന്നെ ഇടയ്ക്ക് ജ്യൂസ് എന്ന് പറയുന്നത് അധികം തണുപ്പല്ല, അല്ലാതെ തന്നെ ഇപ്പം ആപ്പിളൊക്കെ പുറത്ത് വെച്ച ആപ്പിൾ തന്നെ ആപ്പിളും ഈ കുഞ്ഞിപ്പഴമൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് വെള്ളമാക്കിയിട്ട്, പാല് ഒഴിക്കണമെന്നില്ല, മധുരം ഉണ്ടാവുമല്ലോ, മധുരം ഒന്നും ആഡ് ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. അങ്ങനെയും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഡേറ്റ്സ്, അതായത് കാഷ്യൂനട്ട്, ബദാം, പിസ്ത അതൊക്കെ പൊടിച്ചിട്ട് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ വായിൽ വെച്ച് കൊടുക്കാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഫുഡ് കഴിക്കൽ ഭയങ്കര പാടായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചില മാറ്റങ്ങൾ അവളുടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കൽ തന്നെയാണ് ഭയങ്കര ടാസ്ക്. അപ്പോൾ ഇപ്പോൾ നേന്ത്രപ്പഴം ഇപ്പോൾ ചുടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ചിലപ്പോൾ വായിൽ വെച്ച് കഴിഞ്ഞാൽ തുപ്പാനും സാധ്യതയുണ്ട്. കഴിക്കണം എന്നില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ ബേബിയുടെ ഹെൽത്ത് നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ നല്ല ഫുഡുകൾ, നമ്മൾ എന്താ പറയണ്ടേ, കെമിക്കൽസ് അടങ്ങിയിട്ടില്ലാത്ത ഫുഡുകൾ നമ്മൾ കൊടുക്കുക. ഈ ചോക്ലേറ്റ്, ചായ, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ കുറച്ച് ചായ കൂടെ, പണ്ടത്തെ ആൾക്കാരൊക്കെ ചായ കൊടുത്തൂടെ, അതുപോലത്തെ ബിസ്ക്കറ്റ് കൊടുത്തൂടെ, അതൊന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഒരാവശ്യമില്ലാത്ത സാധനമാണ്. അവർക്ക് പ്രശ്നമില്ല. ആ ടേസ്റ്റ് അറിയാണ്ടിരിക്കുമ്പോൾ അവർ കഴിക്കില്ലല്ലോ, അത് വേണമെന്ന് പറയില്ല. അപ്പോൾ അവർ വിചാരിക്കും വേറെ പുതിയ തരം ടേസ്റ്റ് വരുമെന്ന് വിചാരിക്കും. അപ്പോൾ അത് പരമായിട്ടുള്ള സാധനങ്ങൾ, ഈ കുറേ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ അച്ചിങ്ങ, ഇത് കൊച്ചിയിലൊക്കെ അച്ചിങ്ങ എന്ന് പറയാം, നമ്മളിവിടെ കോട്ടപ്പയർ എന്ന് പറയാം, പയറില്ലേ, അത് വലിയ പയർ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില കുട്ടികൾക്ക് ചില സാധനങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ മാക്സിമം വെജിറ്റബിൾ നമ്മൾ പുഴുങ്ങിയിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ കൊടുക്കുക. അതൊക്കെ നല്ല ഹെൽത്തിന് നല്ല സത്യമാണ്. പിന്നെ ചെറിയ കുട്ടിക്ക് എഗ്ഗ് നല്ലതാണ്, പക്ഷെ ഇവള് എഗ്ഗ് കഴിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രോട്ടീൻ കിട്ടാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ എഗ്ഗ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഫിഷും അവൾക്ക് അത്ര വലിയ കാര്യമില്ല എങ്കിലും എങ്ങനെയല്ലോ ഞാൻ ഫിഷ് അകത്താക്കാറുണ്ട്. കഞ്ഞീൻ്റെ കൂടിയെല്ലാം മിക്സ് ചെയ്തിട്ട് ഫിഷ് ഞാൻ എങ്ങനെയെങ്കിലും കൊടുക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, ബൈ.